കൊല്ലപ്പെട്ട ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനായിയുടെ മരണാനന്തര ചടങ്ങ് തുടങ്ങി. പ്രാഥമിക ചടങ്ങ് ഇന്നും ഔദ്യോഗിക ചടങ്ങ് നാളെ മുതൽ 9-ാം തീയതി വരെയുമാണ് നടക്കുക. ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിന് നേതൃത്വം നൽകുന്നത് അദ്ദേഹത്തിന്റെ മകനായിരിക്കുന്ന മുജ്തബ അലി ഖംനായിയാണ്. ഖംനായിയുടെ രക്തസാക്ഷിത്വത്തിന് പകരം ചോദിക്കുമെന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. ഈ വിവരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതിനിടയിലാണ് തങ്ങളുടെ രാജ്യത്തിന്റെ വൈകാരികമായിരിക്കുന്ന നിലം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആരംഭിച്ചത്. യുദ്ധത്തിൽ ഇസ്രായേലും അമേരിക്കയും തകർന്നടിഞ്ഞു എന്നുള്ളതും തങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന് തെളിയിക്കാൻ ഇറാന് സാധിച്ചു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നാമ്പറ്റ രാജ്യമായിട്ട് ഇറാൻ മാറുമെന്നുള്ള അമേരിക്കയുടെ ജൽപ്പനങ്ങളും സ്വപ്നങ്ങളും തങ്ങൾ തകർത്തെറിയപ്പെട്ടു എന്നുള്ളതാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ സ്വാധീനത്തിന് അയവ് വന്നു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും അതിൻ്റെ തുടർചലനങ്ങൾ ഭാവിയിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ നടത്തും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമുസിൽ തങ്ങൾ ടോൾ പിരിക്കുക തങ്ങളുടെ ആധിപത്യത്തിൻ്റെ ഭാഗമാണ്, തങ്ങളുടെ ദേശത്തിൻ്റെ ഭാഗമാണ്, തങ്ങളുടെ അഭിമാനമാണ്. തങ്ങൾക്ക് നേരെ വരുന്ന ഏതൊരു പ്രവൃത്തിയെയും പ്രതിരോധിക്കാൻ ഹോർമുസ് ശക്തമാണ് എന്നും കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഇറാനിലുടനീളം വലിയ സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയത്. കാര്യം എന്ന് പറഞ്ഞാൽ 100ഓളം രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന വിപുലമായിരിക്കുന്ന ചടങ്ങാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് എന്നതിനാൽ തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ സർവ്വ മേഖലയിലും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രഹസ്യ സൈനിക സംവിധാനങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ അവർ വിന്യസിച്ചിട്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നു. ഇതിനിടയിൽ തന്നെ ഈ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊസാദിൻ്റെ സംഘം ഏജന്റുമാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഏജന്റുമാരെ നിയമിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അന്വേഷണം നടത്തുകയും 11ഓളം മൊസാദിൻ്റെ ഏജന്റുമാരെ പിടികൂടപ്പെടുകയും ചെയ്തു. അവർക്ക് കനത്ത രീതിയിലുള്ള ശിക്ഷ നൽകും എന്ന് ഇതിനോടനുബന്ധിച്ച് തന്നെ ഇറാൻ്റെ ഭാഗത്തുള്ള പ്രസ്താവനയും പുറത്തു വന്നു. അവരിൽ നിന്ന് വളരെ രഹസ്യമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിൽ ഇറാൻ്റെ നേതാക്കന്മാരെ വധിക്കാൻ സാധിക്കുകയാണെങ്കിൽ ആ ശ്രമം നടത്തും എന്നതടക്കം ഏത് രൂപത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഇതിനു വേണ്ടി ശ്രമിക്കുമോ അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ അന്വേഷിച്ചു വരുന്നു എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് ഇസ്രായേലിന് ചില സമയത്ത് ഒരുപക്ഷെ അതിനൊരു സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ അമേരിക്കയ്ക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളർത്തു മൃഗങ്ങളോട് മിണ്ടാതിരിക്കാൻ പറയണമെന്നും അവരെ നിയന്ത്രിക്കണമെന്നുമാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടത്. കാര്യം എന്ന് പറയാൻ നിരന്തരം പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവന പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ മൊസാദ് സംഘത്തെ ഇവിടെ അയച്ചുകൊണ്ട് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ നേതാക്കന്മാരെ അപായപ്പെടുത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ചരിത്രത്തിൽ ഇന്ന് വരെ അമേരിക്കയും ഇസ്രായേലും കാണാത്ത തരത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ തങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുമെന്നുള്ളതും അതിന് പിന്നീട് ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാവില്ലെന്നും നശിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തൽ കൂടി നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം 35 ലക്ഷം മുതൽ 50 ലക്ഷം വരെ എന്ന് ഒരു റിപ്പോർട്ട് കാണുന്നു. മറ്റൊരു റിപ്പോർട്ട് കാണുന്നു 1 കോടി മുതൽ 2 കോടി വരെ ആളുകൾ പോലും ഈ ഒരു ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സംബന്ധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹ കാര്യങ്ങളാണ് ഒരുക്കിയത്. കാസിം സുലൈമാനിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നടത്തിയിരുന്ന, അതായത് ഇറാനിൽ നടത്തിയിരിക്കുന്ന ഈ അന്ത്യോപചാര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും അതേപോലെ തന്നെ ഖുമേനി എന്ന് പറഞ്ഞാൽ 1979 ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ നടപ്പിലാക്കിയിരിക്കുന്ന ആത്മീയ നേതാവായിരിക്കും. അദ്ദേഹം മരണപ്പെട്ട സമയത്തും വലിയ മരണാനന്തര ചടങ്ങിൽ വലിയ തെക്കിലും തിരക്കിലും പെട്ടിട്ട് ഏകദേശം 12 മുതൽ 30ഓളം ആളുകൾ കൊല്ലപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖംനായിയുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സുരക്ഷയാണ്. ഒരു അപകടവും ഒരു ദുരന്തവും മരണവും ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഇറാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറാനിലും ആയത്തുള്ള അലി ഖംനായിയുടെ മൃതദേഹം പ്രദർശിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ ജന്മനാടായിരിക്കുന്ന മഷാദിൽ അടക്കം ചെയ്യും. അത് 9-ാം തീയതിയാണ്. നാളെ ഔദ്യോഗിക ചടങ്ങ് ആരംഭിക്കുന്നു. 9-ാം തീയതി വരെ 5 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ്. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനവും മരണാനന്തര ചടങ്ങും ഒരേ ദിവസം ആക്കി മാറ്റിയത് ഇറാൻ്റെ വലിയ രീതിയിലെ തന്ത്രമാണ് എന്ന് ഇപ്പോൾ അമേരിക്കക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്.
കാര്യം അതിന് മുൻപ് ശേഷമൊക്കെ ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ വളരെ കൃത്യതയോടുകൂടി ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തത് 100% രാജ്യം സുരക്ഷമാക്കാൻ വേണ്ടിയിട്ട് ആ ദിവസമാണ് നല്ലത് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഖത്തറിൽ വെച്ച് കഴിഞ്ഞ ദിവസം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിന് പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ ഒരാഴ്ചയാണ് പ്രഖ്യാപിച്ചത്. പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ ഈ ദിവസം കഴിഞ്ഞു പോവുകയും ചെയ്യും എന്ന് ഉറപ്പ്. 5 ദിവസമാണ് ഇവിടുത്തെ ചടങ്ങ് കാര്യങ്ങൾ ഔദ്യോഗികമായിട്ടുള്ളത്. ഇന്നത്തെയോട് കൂട്ടി പറയുന്ന സമയത്ത് 6 ദിവസമാണ്. മാത്രമല്ല ആ സമയത്ത് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതിരോധങ്ങളും ഉണ്ടാവില്ല, തടയലുണ്ടാവില്ല, യാതൊരു വിഷയം ഉണ്ടാവില്ല. സ്വതന്ത്രമായിരിക്കുന്ന വിപണി പോലെ എന്ത് ചെയ്യാൻ പറ്റും? ഇറാന് ഹോർമുസ് കടലിനെ കൊണ്ടെടുക്കാൻ പറ്റും. കാരണം ഇഷ്ടം പോലെ ഈ പെട്രോളിയം വിൽക്കാൻ വേണ്ടി പറ്റും, മറ്റുള്ള കപ്പലിനോട് പണം വാങ്ങാൻ വേണ്ടി പറ്റും. ഒരു നിയന്ത്രണവും അമേരിക്ക അവിടെ ഉണ്ടാവില്ല എന്ന് ഈ കരാർ പ്രത്യേകം പറയുന്നു. അതോടൊപ്പം തന്നെ ലെബനാനുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാനിലെ ആക്രമിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. വല്ല രീതിയിൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാവില്ല എന്ന് തങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. 3 നഗരങ്ങൾ ഇറാനിലും 2 നഗരങ്ങൾ ഇറാഖിലുമാണ് ആയത്തുള്ള അലി ഖംനായുടെ മൃതദേഹം പ്രദർശിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആചാര കാര്യങ്ങൾ നടക്കുകയും ചെയ്യുക. തെഹ്റാൻ, ഖൂം എന്ന നഗരം, മഷാദ് എന്ന് പറയുന്ന നഗരം, ഇത് 3 എണ്ണമാണ് ഇറാനിലുള്ളത്. നജഫും കർബലയുമാണ് ഇറാഖിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ തെഹ്റാൻ കഴിഞ്ഞു, പിന്നെ ഖൂം എന്ന നഗരം കഴിഞ്ഞതിന് ശേഷം നേരെ ഇറാഖിലേക്ക് പോകുന്നു. നജഫ് കഴിയുന്നു, പിന്നെ കർബല കഴിയുന്നു, അതിനുശേഷം മടങ്ങി വരുന്നു, മഷാദിൽ അടക്കം ചെയ്യുന്നു. മഷാദിലെ ഇമാം റിസ ദർഗയ്ക്ക് സമീപമാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത്. കർബല ഇതിനു മുൻപ് പറഞ്ഞത് ഇറാഖിൻ്റെ ബാഗ്ദാദിലായിരുന്നു എന്നുള്ളതാണ്. ബാഗ്ദാദും കൂടി ചേർക്കണം എന്നുള്ളതാണ്. എന്നാൽ ബാഗ്ദാദ് ഒഴിവാക്കിക്കൊണ്ട് കർബല, ഈ ഷിയാ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ മേഖലയാണ് കർബല എന്ന് പറയുന്നത്. ക്രിസ്താബ്ദം 680 കർബല യുദ്ധം നടന്നത്. ഇമാം ഹുസൈൻ ഇബ്നു അലി രക്തസാക്ഷിത്വം വഹിച്ചത് അവിടെ വെച്ചാണ്. ഇമാം ഹസൻ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സഹോദരനായിരിക്കുന്ന ഇമാം ഹസൻ ഇബ്നു അലി ഹിജ്റ 50-ാം വർഷത്തിൽ അഥവാ ക്രിസ്താബ്ദം 670 മദീനയിൽ വെച്ച് മരണപ്പെട്ടു. 2 റിപ്പോർട്ടുണ്ട്. മദീനയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതും വിഷം നൽകിയാണ് കൊലപ്പെടുത്തിയത് എന്നും പറയപ്പെടുന്നു. ജന്നത്തുൽ ബഖീലാണ് ഇമാം ഹസൻ ഇബ്നു അലിയെ അടക്കം ചെയ്തത്. കർബലയിലാണ് ഇമാം ഹുസൈൻ ഇബ്നു അലിയെ അടക്കം ചെയ്തത്. കർബലയെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശം പറയുന്നത് ഇങ്ങനെയാണ്. കർബലയിൽ ഒരു വലിയ രീതിയിലുള്ള യുദ്ധം നടന്നു. അതിന് നേതൃത്വം നൽകിയായിരുന്നു ഇമാം ഹുസൈൻ തങ്ങൾ. അദ്ദേഹം യസീദി ഭരണകൂടവുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. ഈ ഏറ്റുമുട്ടലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. ഉമ്മയ്യത്തു ഖിലാഫത്തിൻ്റെ ഭരണമായിരുന്നു. അത് ഖലീഫ ഭരണത്തിൻ്റെ തുടർച്ച എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഷിയാ വിഭാഗം അത് അംഗീകരിച്ചിട്ടില്ല. കർബലയിൽ ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ടത് ഷിയാ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിട്ടാണ് അവർ കാണുന്നത്. യസീദിൻ്റെ ഭരണകൂടത്തെ ഷിയാക്കൾ അന്നും ഇന്നും ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. അവർ തങ്ങളുടെ ഇമാമായിരിക്കുന്ന ഹുസൈനെ കൊലപ്പെടുത്തി എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖല വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കർബലയിൽ പ്രദർശനത്തിന് വെക്കും. അതിനുശേഷം അവിടെ നിന്ന് നേരെ ഇറാനിലേക്ക് തിരിച്ചു വരും. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് 2-3 തരത്തിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വരുന്നുണ്ട്. അതിലൊന്നാണ് ആയത്തുള്ള അലി ഖംനായിയുടെ മകനായിരിക്കുന്ന മുജ്തബ അലി ഖംനായി നേതൃത്വം നൽകും. അത് നേതൃത്വം നൽകുക എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന എല്ലാ സ്ഥലത്തിനും തുടർച്ചയായ രീതിയിൽ എന്നല്ല, അദ്ദേഹത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുകയും പ്രാർത്ഥന നടത്തപ്പെടുകയും അതിന് ആ ഘട്ടത്തിൽ നേതൃത്വം നൽകുകയും രണ്ടാമത്തത് പിന്നീട് തൊട്ടടുത്ത പ്രദേശത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടും. ആ തരത്തിലാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിന്ന് മൊസാദിൻ്റെ ഏജന്റുമാരെ പിടികൂടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്നതിനാൽ ഏത് ഭാഗത്ത് എപ്പോൾ എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അത് ഉണ്ടാവും എന്നുള്ള കാര്യം ഔദ്യോഗികപരമായി തന്നെ ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഭീഷണിയും പ്രതിരോധിക്കാൻ മാത്രം ഇറാന് ബലവും ശക്തിയുമുണ്ട് എന്ന് ലോകത്തിൽ തങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇറാനും ഒരു ഇരകളൊന്നുമല്ല. ഏത് തരത്തിൽ ആക്രമിച്ചാലും ശക്തമായ തിരിച്ചടിക്കുള്ള എല്ലാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഓരോരോ ഭാഗങ്ങളും ഓരോരോ ഏരിയകളും പ്രത്യേകമായിരിക്കുന്ന സൈനിക സംവിധാനത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത ലോക രാഷ്ട്ര നേതാക്കന്മാരെല്ലാം അറേബ്യൻ രാജ്യങ്ങളിലുള്ള പരമാവധി ഭരണാധികാരികളോ ബന്ധപ്പെട്ടവരോ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യം എന്ന് പറഞ്ഞാൽ ലോകം മറ്റൊരു തലത്തിലേക്ക് അമേരിക്കൻ വിരുദ്ധ ചേരി രൂപപ്പെടുന്നതിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്ന ഒരു മേഖലയായിട്ട് ഇറാനെ കാണുന്നു എന്നുള്ളതാണ്.
മറ്റൊരു തലത്തിലേക്കാണ് ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അവസ്ഥാ സാഹചര്യങ്ങൾ നീങ്ങുന്നത്. അമേരിക്ക മാത്രം നിയന്ത്രിക്കുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഇറാൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയൊരു സംവിധാനം തീർച്ചയായിട്ടും ഈ യുദ്ധാവസാനത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുന്നതാണ്, ഉണ്ടാവുന്നതാണ്. അത് ലോകത്തിനൊക്കെ ഏറെ മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കിയ അറേബ്യൻ രാജ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇറാന് ഏത് തരത്തിൽ ആക്രമണം നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് അവർ പറയുന്നത്. ഞങ്ങൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് ചുരുക്കം. ഈ ഒരു സ്ഥിതിവിശേഷം വളരെ കൃത്യമായ രീതിയിൽ ആർക്കറിയാം? അമേരിക്കക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിനെ പൊളിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അത് നടക്കാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ചരിത്രത്തിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു ചടങ്ങായിട്ട് ആയത്തുള്ള അലി ഖംനായുടെ ചടങ്ങ് നടക്കുകയും അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോഴത്തെ ആത്മീയ നേതാവായിരിക്കുന്ന മുജ്തബ അലി ഖംനായി അതിന് നേതൃത്വം നൽകുകയും ചെയ്യും എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിരിക്കുന്നു. അതിൻ്റെ പ്രാഥമിക ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഔദ്യോഗിക ചടങ്ങ് നാളെയാണ് ആരംഭിക്കുക. പ്രാഥമിക ചടങ്ങിൽ ഈ മുജ്തബ അലി ഖംനായി പ്രത്യക്ഷപ്പെട്ടതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു. അത് എവിടെ എങ്ങനെ എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം. ഏതായിരുന്നാലും ലോകം ഇറാൻ്റെ നീക്കുപോക്കുകളെയും പ്രവൃത്തി കാര്യങ്ങളെയും നിലപാടുകളെയും സമീപനങ്ങളെയൊക്കെ വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.